നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത മങ്ങിയ ധനകാര്യ മന്ത്രി ജോൺ ഹീലിയുടെ ആദ്യ ബഡ്ജറ്റ് ഒക്ടോബർ 28-ന്. അധികാരം രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്ന ബഡ്ജറ്റായിരിക്കുമെന്നും ധനകാര്യ അച്ചടക്കം ഉറപ്പാക്കുകയും സാമ്പത്തിക ചട്ടങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുമെന്ന് നിയുക്ത ധനമന്ത്രി. കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഗുണകരമാകുന്ന ബഡ്ജറ്റാണ് ലക്ഷ്യമെന്നും ജോൺ ഹീലി. മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെയും മുൻ ധനമന്ത്രി റേച്ചൽ റീവ്സിന്റെയും ധനകാര്യ നയരേഖ തുടരുമെന്നും ട്രഷറി വൃത്തങ്ങൾ. യുകെയിൽ ഇന്ത്യൻ സമൂഹത്തിന് നിരാശയുണ്ടാക്കി ഹീത്രൂവിൽ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നുമുള്ള ഇൻഡിഗോ സർവീസുകൾ നിർത്തലാക്കുന്നു. ഇറാൻ US വിഷയങ്ങൾ ഉൾപ്പെടെ വ്യോമയാന പ്രതിസന്ധികൾ ഇതിന് കാരണമെന്ന് ഇൻഡിഗോ. വരുന്ന ഒക്ടോബർ 25 മുതൽ സർവീസുകൾ നിർത്തിവെക്കും. ഇൻഡിഗോ കടുത്ത തീരുമാനത്തിലെത്തിയത് നഷ്ടം ഉയർന്നതോടെ മാഞ്ചസ്റ്ററിൽ നിന്നുമുള്ള മാഞ്ചസ്റ്ററിലേക്കുമുള്ള സർവീസുകൾ ആഗസ്റ്റ് 31 മുതൽ നിർത്തലാക്കും. സ്പാനിഷ് അതിർത്തി ഭേദിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിച്ച ആയിരക്കണക്കിന് ആഫ്രിക്കൻ കുടിയേറ്റക്കാർ യുകെയിലേക്ക് എത്തുമെന്ന ആശങ്ക. ഒരൊറ്റ ദിവസം കൊണ്ട് 60,000-ഓളം പേർ അതിർത്തി ഭേദിച്ച് എത്തിയതോടെയാണ് സ്പാനിഷ് ബോർഡർ അധികൃതർ ഇവരെ തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയത്. ബ്രിട്ടന്റെ അതിർത്തി സംരക്ഷണം കർശനമാക്കാൻ കൺസർവേറ്റീവുകളും റിഫോം UK മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലീഷ് ചാനലിലും ജിബ്രാൾട്ടറിലും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിനും വിദേശകാര്യ സെക്രട്ടറിക്കും കത്ത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ടെഹ്റാന്റെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ വ്യവസ്ഥകളിൽ എത്തിയതായി ട്രംപിന്റെ പ്രതികരണം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ശക്തിയോട് ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് അമേരിക്ക. ഫലസ്തീൻ സായുധ സംഘമായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചതിനു ശേഷവും ഗാസയിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ മധ്യ ഗാസയിൽ ഉണ്ടാക്കിയ ആക്രമണത്തിൽ 2 പേർ മരിച്ചു. ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതിനു ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് അധികൃതർ. കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഘട്ടം ഘട്ടമായുള്ള നിരായുധീകരണത്തിന് ധാരണയായത്. ബോർഡ് ഓഫ് പീസിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുന്നോടിയാണിതെന്നും ട്രംപ്. കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന CJP പ്രതിഷേധത്തിൽ യൂട്യൂബർമാരും ഇൻഫ്ലുവൻസർമാരും നിരീക്ഷണത്തിൽ. രാജ്യവ്യാപകമായി നിരീക്ഷിച്ചു വരുന്ന 180ഓളം അക്കൗണ്ടുകൾ. ഡിജിറ്റൽ തെളിവുകളാണ് ദില്ലി പോലീസ് ശേഖരിക്കുന്നത്. പ്രകോപനപരമായ പോസ്റ്ററുകളും വീഡിയോകളും പരിശോധിക്കുന്നതാണ് വിവരം. അന്വേഷണം നടക്കുന്നത് അക്രമത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ. അപകീർത്തികരമായ പരാമർശം നടത്തിയ കുട്ടികൾക്ക് താൻ മാപ്പ് നൽകുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാവേരി നദിയിലെ ജലം തമിഴ്നാടിന് വിട്ടു നൽകാനാവില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. കാവേരി നദീജല മാനേജ്മെന്റ് അതോറിറ്റി നദീജലം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടക സർക്കാർ വീണ്ടും നയം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജോസഫ് വിജയോട് നിശ്ചയിച്ചിരുന്ന സന്ദർശനം മാറ്റിവെക്കാൻ ശിവകുമാർ ആവശ്യപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് പുതിയ നീക്കം. കേരളത്തിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ പുറത്തുവിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചു, 8 പേരെ കാണാതായി, 13 പേർക്ക് പരിക്കേറ്റ് ചികിത്സയിൽ. 27 വീടുകൾ പൂർണ്ണമായും, 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് 5792 പേരെ. പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് ജനങ്ങളുടെ പരാതി. വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾ. കണ്ണൂരിൽ മുൻമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. വീണ ജോർജിനെ KCU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നായിരുന്നു പരാതി. പ്രതികളായ KCU പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് തുടരന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനം. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കും. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉത്തരവ് നാളെ ഇറങ്ങും. വാർത്തകൾ വിശദമായി. ധനകാര്യമന്ത്രി ജോൺ ഹീലി തന്റെ ആദ്യ ബഡ്ജറ്റ് ഒക്ടോബർ 28-ന് അവതരിപ്പിക്കും. വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. അധികാരം രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്ന ബഡ്ജറ്റായിരിക്കും ഇത്. ധനകാര്യ അച്ചടക്കം ഉറപ്പാക്കുകയും സാമ്പത്തിക ചട്ടങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യും. കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഗുണകരമാകുന്ന ബഡ്ജറ്റാണ് ലക്ഷ്യമെന്നും ഹീലി. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും നിലവിലുള്ള വകയിരുത്തലുകൾക്കുള്ളിൽ തന്നെ ചിലവുകൾ നിയന്ത്രിക്കണമെന്ന് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ഇറാനിലെ യുദ്ധത്തെ തുടർന്ന് ആഗോളതലത്തിൽ പണപ്പെരുപ്പവും സർക്കാർ വായ്പാ ചെലവും ഉയരുന്ന സാഹചര്യത്തിലും മുൻ സർക്കാർ നടപ്പിലാക്കിയ ധനകാര്യ ചട്ടങ്ങൾ കർശനമായി പാലിക്കുമെന്ന നിലപാടിലാണ് സർക്കാർ. മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെയും മുൻ ധനമന്ത്രി റേച്ചൽ റീവ്സിന്റെയും ധനകാര്യ നയരേഖ തുടരുമെന്നും ട്രഷറി വൃത്തങ്ങൾ അറിയിച്ചു. ഈ മാസം അധികാരത്തിലെത്തിയതിന് പിന്നാലെ ആന്റി ബേണം സർക്കാർ നിരവധി ജീവിത ചെലവ് കുറയ്ക്കുന്ന നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. ഗാർഹിക വൈദ്യുതി ബില്ലുകൾ വാറ്റ് ഒഴിവാക്കൽ, ഇംഗ്ലണ്ടിലെ ബസ് നിരക്കുകൾക്ക് പരമാവധി പരിധി നിശ്ചയിക്കൽ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. അതേസമയം ലേബർ പാർട്ടിയുടെ ധനകാര്യ ചട്ടങ്ങൾ പാലിക്കുമെന്നും 2024 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാന പ്രകാരം ആദായ നികുതി, വാറ്റ്, നാഷണൽ ഇൻഷുറൻസ് സംഭാവനകൾ എന്നിവ വർദ്ധിപ്പിക്കില്ലെന്നും സർക്കാർ ആവർത്തിച്ചു വ്യക്തമാക്കി.
യുകെയിലെ ഇന്ത്യൻ സമൂഹത്തിന് നിരാശയുണ്ടാക്കി ഹീത്രൂവിൽ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നുമുള്ള ഇൻഡിഗോ സർവീസുകൾ നിർത്തുന്നു. ഇറാൻ US വിഷയങ്ങൾ ഉൾപ്പെടെ വ്യോമയാന പ്രതിസന്ധികൾ ഇതിന് കാരണമായതായും ഇൻഡിഗോ വ്യക്തമാക്കി. വരുന്ന ഒക്ടോബർ 25 മുതലാണ് സർവീസുകൾ നിർത്തുക. നഷ്ടം ഉയരുന്നതോടെ ഇൻഡിഗോ കടുത്ത തീരുമാനത്തിലെത്തുകയായിരുന്നു. UK സർവീസുകൾക്കായി ഉപയോഗിച്ചിരുന്ന എയർബസ് A321XLR വിമാനം ഉപയോഗിച്ച് മുംബൈ ആംസ്റ്റർഡാം സർവീസ് തുടരുമെന്ന് അവർ അറിയിച്ചു. എയർബസ് A350-900 വിമാനം ലഭിക്കുന്നതുവരെയും ലണ്ടൻ ഹീത്രൂവിലേക്കുള്ളതും അവിടെ നിന്നുള്ളതുമായ സർവീസുകൾ താൽക്കാലികമായി നിർത്തും. മാഞ്ചസ്റ്ററിൽ നിന്നുമുള്ളതും മാഞ്ചസ്റ്ററിലേക്കുള്ളതുമായ സർവീസുകൾ ആഗസ്റ്റ് 31 മുതൽ നിർത്തലാക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. അന്താരാഷ്ട്ര വ്യോമപാതയിൽ വന്ന നിയന്ത്രണങ്ങളും ഇന്ധനവില ഉയരുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണമായി വ്യക്തമാക്കുന്നത്. വ്യാജ നഴ്സുമാരെ തടയുന്നതിനായുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. നഴ്സ് എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നവർ രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്ന് മന്ത്രിമാർ. ഈ പദവി അവകാശപ്പെടാൻ യോഗ്യതയുള്ള പ്രൊഫഷണലുകൾ ലിസ്റ്റിൽ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് UK സർക്കാർ. യോഗ്യതയില്ലാത്തവർ നഴ്സ് എന്ന പദവി ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുന്നതിനുള്ള നിയമം കൊണ്ടുവരുമെന്നും ഈ വർഷം ആദ്യം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിരുന്നു. ഫുട്ബോൾ മാനേജർ സ്റ്റീവ് ബ്രൂൺസിന്റെ പേരക്കിടാവായ 4 മാസം മാത്രം പ്രായമുള്ള മാഡിസൺ ബ്രൂസ് സ്മിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റിനിടയിൽ മെറ്റേണിറ്റി നഴ്സ് എന്ന പദവിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരു കൊറോണർ അതിനിശിതമായി വിമർശനങ്ങൾ ഉയർത്തിയതിനു ശേഷമായിരുന്നു ഇത്തരം ഒരു നീക്കം. കുഞ്ഞിന് ഉറക്കവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഒരു മെറ്റേണിറ്റി നഴ്സിനെ കുടുംബം ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ഈ നഴ്സിനുള്ള ഏക മെഡിക്കൽ യോഗ്യത പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിൽ മാത്രമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. നല്ല ഉറക്കം ലഭിക്കുന്നതിനായി കുഞ്ഞിനെ കമഴ്ത്തിക്കിടത്തണമെന്നായിരുന്നു അവർ ഉപദേശിച്ചത്. കുഞ്ഞുങ്ങളെ എപ്പോഴും മലർത്തിക്കിടത്തുക മാത്രമേ ചെയ്യാവൂ എന്നതാണ് പൊതുവെ ആരോഗ്യ വിദഗ്ധർ ഉപദേശിക്കാറുള്ളത്. ഇതിന് വിപരീതമായിരുന്നു ഈ മെറ്റേണിറ്റി നഴ്സിന്റെ ഉപദേശം. ഇതിനെ തുടർന്നായിരുന്നു പ്രത്യേക യോഗ്യതകളൊന്നുമില്ലാത്തവർക്ക് മെറ്റേണിറ്റി നഴ്സ്, സ്ലീപ്പിംഗ് നഴ്സ്, പോസ്റ്റൽ നേറ്റൽ നഴ്സ് തുടങ്ങിയ എല്ലാ വിധത്തിലും നഴ്സ് എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കൊറോണർ വിമർശനം ഉയർത്തിയത്. സ്പാനിഷ് അതിർത്തി ഭേദിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിച്ച ആയിരക്കണക്കിന് ആഫ്രിക്കൻ കുടിയേറ്റക്കാർ UK എത്തുമെന്ന് ആശങ്ക. ഒരൊറ്റ ദിവസം കൊണ്ട് 60,000-ഓളം പേർ അതിർത്തി ഭേദിച്ചെത്തിയതോടെയാണ് സ്പാനിഷ് ബോർഡർ അധികൃതർ ഇവരെ തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയത്. കാര്യങ്ങൾ കൈവിട്ടതോടെ സ്പാനിഷ് അതിർത്തികളിൽ പട്ടാളം ഇറങ്ങി. അനധികൃത കുടിയേറ്റക്കാർ വൻതോതിൽ യൂറോപ്യൻ യൂണിയൻ മേഖലയിൽ എത്തിയതോടെ അധികം വൈകാതെ ഇവർ UK പ്രവേശിക്കാൻ ശ്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബ്രിട്ടന്റെ അതിർത്തി സംരക്ഷണം കർശനമാക്കാൻ കൺസർവേറ്റീവുകളും റിഫോം UKയും മുന്നറിയിപ്പ് നൽകി. സ്പെയിനിലെത്തിയ കുടിയേറ്റക്കാരിൽ നല്ലൊരു ശതമാനവും UK പ്രവേശിക്കാൻ ശ്രമിക്കുമെന്ന് മുൻ ഹോം സെക്രട്ടറി പ്രീതി പട്ടേൽ ചൂണ്ടിക്കാണിച്ചു. ഇംഗ്ലീഷ് ചാനലിലും ജിബ്രാൾട്ടറിലും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിനും ഫോറിൻ സെക്രട്ടറിക്കും കത്തയച്ചു. ജിബ്രാൾട്ടറിൽ സ്പെയിനുമായുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ അടുത്തിടെയാണ് ലേബർ ഗവൺമെന്റ് കരാറിലെത്തിയത്. അനധികൃത കുടിയേറ്റക്കാർ ഒഴുകിയെത്തുമ്പോൾ ഇവർ UK എത്തുന്നില്ല എന്ന് ഉറപ്പിക്കാൻ എന്ത് സംരക്ഷണമാണ് ഉറപ്പാക്കിയിട്ടുള്ളതെന്നും പ്രീതി പട്ടേൽ കത്തിൽ ചോദിക്കുന്നു. സ്പെയിനിലെ സ്ഥിതിഗതികളിൽ ഫോറിൻ ഓഫീസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ EUവിലെ അതിർത്തിയില്ലാത്ത ഷെങ്കൻ സോണിൽ നിന്നും സ്പെയിനിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആവശ്യപ്പെട്ടു. അനധികൃത കുടിയേറ്റക്കാർക്ക് സംരക്ഷണം നൽകുന്ന തരത്തിൽ കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സ്പെയിനിലേക്ക് ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുടെ അധിനിവേശമായിരുന്നു. 3 ആഴ്ച മുമ്പ് വന്ന സ്പാനിഷ് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് സ്പെയിനിലേക്ക് നീന്തിക്കയറുന്ന കുടിയേറ്റക്കാരെ തടയാൻ കഴിയില്ല എന്ന സ്ഥിതിയാണ്. ഇതോടെ സ്പാനിഷ് എൻക്ലേവ് ആയ സ്യൂട്ടിലേക്ക് ആയിരങ്ങളാണ് നീന്തിക്കയറിയത്. ജലത്തിൽ കാണാവുന്ന അതിർത്തി ഇല്ലാത്തതിനാൽ നിലവിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇവരെ മടക്കി അയക്കാൻ പര്യാപ്തമല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. എന്നാൽ വിധി മനുഷ്യക്കടത്ത് സംഘങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുകയാണ്. അസാധാരണമായ തോതിലാണ് അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തേക്ക് നീന്തുന്നത്. നീന്തിയെത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ നാട്ടുകാരുടെ വീടുകളിലും കടകളിലും കടന്നു കയറുന്ന സ്ഥിതിയാണെന്നും ഇതോടെ ഭയചകിതരായ പ്രദേശവാസികളും ഷോപ്പുകളും റെസ്റ്റോറന്റുകളും ബാറുകളും അടച്ചുപൂട്ടുകയാണെന്നും സ്യൂട്ടിലേക്ക് നീന്തിയ 18 പേരെങ്കിലും മരണപ്പെട്ടതായാണ് കണക്ക്. കുടിയേറ്റക്കാർ സകല നിയന്ത്രണങ്ങളും തെറ്റിച്ച് എത്താൻ തുടങ്ങിയതോടെ ബോർഡർ ഗാർഡന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഗവൺമെന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മാഡൽ ഗാർഡുകളെ സഹായിക്കാനാണ് സൈനിക യൂണിറ്റുകൾ രംഗത്തെത്തി. അനധികൃത കുടിയേറ്റക്കാർ കൊള്ളയും തീവെപ്പും കലാപവും നടത്തുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ അതിർത്തികളിൽ നിന്ന് പലായനം ചെയ്യുന്നുണ്ട്. സ്ഥിതി കൈവിട്ടതോടെ സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സ്പെയിനിലെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് കുടിയേറ്റത്തിന് അനുകൂലമായ നിലപാടാണ് കൈക്കൊള്ളുന്നത്. UK-യിൽ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗവും പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യാതിരിക്കുന്ന അവസ്ഥ രാജ്യത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. ഇപ്പോഴിതാ രാജ്യത്ത് നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷം തൊഴിലില്ലായ്മ വർദ്ധിച്ചതായി പുതിയ കണക്കുകൾ. കൂടുതൽ കുടുംബങ്ങൾ സാമ്പത്തികമായും സമ്മർദ്ദത്തിലാണെന്നും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.
2024 ഇത്തരം കുടുംബങ്ങളുടെ വിഹിതം 26.3%. 2025 28.1% ഉയർന്നു. തെക്കൻ വെയിൽസിലെ റോണ്ട, സൈനൻ, ഡാഫ്, മർത്തിർ, ഡിഫ്റ്റിൻ തുടങ്ങിയ പ്രദേശങ്ങൾ തൊഴിലെടുക്കുന്ന ഒരാളും ഇല്ലാത്ത കുടുംബങ്ങളുടെ എണ്ണം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കൂടുതൽ പേർ തൊഴിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കണക്കുകൾ പുറത്തെത്തിയിരിക്കുന്നത്. തൊഴിലെടുക്കുന്ന ഒരാളും ഇല്ലാത്ത കുടുംബങ്ങളിൽ താമസിക്കുന്നവരിൽ 39% പേരും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് മഹാമാരിക്കു ശേഷം ഇൻകപ്പാസിറ്റി, ഡിസബിലിറ്റി ബെനിഫിറ്റുകൾ എന്നിവയ്ക്കായി അപേക്ഷിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിനൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ പ്രതിസന്ധിയെ അവഗണിക്കാനാകില്ല എന്ന് സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് പോളിസി ഡയറക്ടർ ജോഷ് ഷലം അഭിപ്രായപ്പെട്ടു. തൊഴിൽ മേഖലയിൽ കൂടുതൽ ആളുകളെ തിരിച്ചെത്തിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഫലപ്രദമായ പിന്തുണ ഉറപ്പാക്കാനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാന്റെയും മേഖലയിലെ മറ്റു രാജ്യങ്ങളുടെയും അഭ്യർത്ഥന അനുസരിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് എത്തിയതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം എത്തിയത്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും വിജയകരവും സമൃദ്ധവുമായ ഒരു ഇറാനെ നിലനിർത്തുന്നതിനും അതിജീവനത്തിനും വേണ്ടി ആക്രമണം റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമൊപ്പം ഈ പ്രതിബദ്ധതയിൽ ചേരുന്നുവെന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയ ഹോർമുസ് കടലെടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നുകൊടുക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ശക്തിയോടെ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക. എന്നിരുന്നിട്ടും ഇറാനും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളും ഒരു കരാറിന് സമ്മതിച്ചതിനാൽ ആക്രമണം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ കരാറിൽ ഹോർമുസ് കടലെടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതും ഇറാന്റെ ആണവ ഭീഷണിക്ക് അറുതി വരുത്തുന്നതും ഉൾപ്പെടുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചു. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതു മുതൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം ഇറാൻ തടസ്സപ്പെടുത്തുകയായിരുന്നു. പലസ്തീൻ സായുധ സംഘമായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചതിനു ശേഷവും ഗാസയിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. വെള്ളിയാഴ്ച രാത്രി മധ്യ ഗാസയിലുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 2 പേരെങ്കിലും മരിച്ചു. ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതിനു ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഗാസയിൽ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കരാറിനെ അംഗീകരിക്കുന്നതായി ഹമാസ് വൃത്തങ്ങൾ വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു. കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഘട്ടം ഘട്ടമായുള്ള നിരായുധീകരണത്തിന് ധാരണയായത്. ബോർഡ് ഓഫ് പീസിന്റെ നേതൃത്വത്തിലുള്ള ഗാസയിൽ പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുന്നോടിയായാണിതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. മുൻപ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ഇന നിർദ്ദേശങ്ങളടങ്ങിയ ഗാസ സമാധാന കരാറിന്റെ 2ാം ഘട്ടമാണിത്. എന്നാൽ ഗാസയുടെ സമ്പൂർണ്ണ നിരായുധീകരണം എന്ന തങ്ങളുടെ ആവശ്യം കരാറിലില്ല എന്നും വ്യക്തമാക്കിയ ഇസ്രയേൽ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. അതിനിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള ട്രംപിന്റെ റോഡ് മാപ്പിനെ അറബ് രാജ്യങ്ങൾ പിന്തുണച്ചു. സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് പദ്ധതിയുടെ പുരോഗതിയെ പിന്തുണയ്ക്കുന്നതെന്ന് കാണിച്ച് സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കിയത്. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള പെറുവിലെ നസ്ക ലൈൻസ് കാണാനായി വിനോദസഞ്ചാരികളുമായി പറന്ന വിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. പെറുവിയൻ നഗരമായ നാസ്കയ്ക്ക് സമീപമുള്ള പാടത്താണ് വിമാനം തകർന്നു വീണത്. 11 വിദേശ സഞ്ചാരികളും ജീവനക്കാരായ 2 പേരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഇറ്റലിയിൽ നിന്നുള്ള 7 പേരും സ്പെയിനിൽ നിന്നുമുള്ള 2 പേരും ജർമ്മനിയിൽ നിന്നുമുള്ള 2 പേരും ഉൾപ്പെടുന്നു. കൂടാതെ വിമാനത്തിലെ പെറുവിയൻ പൈലറ്റ് അമേരിക്കോ സലാസാർ, കോ പൈലറ്റ് ഇംഗറെ ഗുനിയാലോ ഡെൽ കാർപിയോ എന്നിവരും അപകടത്തിൽ മരിച്ചു. ഇഗ നഗരത്തിൽ നിന്നും പുറപ്പെട്ട എയറോഡോണിയോ എന്ന സ്വകാര്യ കമ്പനിയുടെ സെസ്ന ഗ്രാൻഡ് കാരവൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നാസ്ക മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു. നാസ്ക ലൈസൻസിന് മുകളിലൂടെ കഴിഞ്ഞ 14 വർഷമായി കമ്പനി ഇത്തരം വിനോദ യാത്രകൾ നടത്തുന്നുണ്ട്. അപകടത്തിൽ പെറു പ്രസിഡന്റ് കെയ്റോ ഫുജിമോറിയോ അനുശോചനം രേഖപ്പെടുത്തുകയും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് പരിഗണനയിലാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപകടത്തെക്കുറിച്ച് പെറുവിയൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. വിമാന കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണമൊന്നും തന്നെ നടത്തിയിട്ടില്ല. മരുഭൂമിയിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പുരാതനവും വിസ്മയകരമായ ഭീമൻ ചിത്രങ്ങളാണ് നാസ്ക ലൈൻസ്. ആകാശത്തോളമുള്ള ഉയരത്തിൽ നിന്നോ ടവറുകളിൽ നിന്നോ മാത്രമേ ഈ ചിത്രങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കൂ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 128.68 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.17 യൂറോ, 1 US ഡോളർ 95.39 ഇന്ത്യൻ രൂപ, 1 യൂറോ 110.06 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.35 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 68.11 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്.
കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന CJP പ്രതിഷേധത്തിൽ യൂട്യൂബർമാരും ഇൻഫ്ലുവൻസർമാരെ നിരീക്ഷണത്തിൽ. പ്രകോപനപരമായ പോസ്റ്റുകളും വീഡിയോകളും പരിശോധിക്കുന്നതായാണ് വിവരം. ആക്രമണത്തിന് പ്രേരിപ്പിച്ചോ എന്നതിനാണ് അന്വേഷണം നടക്കുന്നത്. രാജ്യവ്യാപകമായി 180 അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണ്. ഡിജിറ്റൽ തെളിവുകളാണ് ദില്ലി പോലീസ് ശേഖരിച്ചു വരുന്നത്. അതേസമയം അപകീർത്തികരമായ പരാമർശം നടത്തിയ കുട്ടികൾക്ക് താൻ മാപ്പ് നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പുതിയ വീഡിയോയിലാണ് ആദ്യമായി മോദി ജന്തർ മന്ദർ പരാമർശം നടത്തിയിരിക്കുന്നത്. ജന്തർ മന്ദറിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ്. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിലും സ്ഥാനമില്ലാത്ത ഭാഷയാണ് ചില യുവാക്കൾ ഉപയോഗിച്ചത്. തനിക്കെതിരെ മാത്രമല്ല, അന്തരിച്ച തന്റെ അമ്മയ്ക്കെതിരെയും അധിക്ഷേപങ്ങൾ ഉയർന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറിയ പ്രായത്തിൽ തെറ്റുകൾ സംഭവിക്കാം, അത് തിരുത്താൻ ഇനി അവസരമുണ്ട്. കുട്ടികളെ നേരായ വഴിക്ക് നടത്തേണ്ടത് നമ്മളാണ്. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ചേർന്ന് നിൽക്കാമെന്നും കുട്ടികളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന പരാതിയിൽ 25-കാരിയായ നോയിഡ സ്വദേശിനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്കോ കോപമോ പ്രതികാരമോ അല്ല മറുപടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനുപകരം തങ്ങളുടെ തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശേഷിയുള്ളവരാണ് യുവാക്കൾ. കുട്ടികളെ ചേർത്തുപിടിച്ച് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട സമയമാണിതെന്നും കോടതി കയറ്റി ശിക്ഷിക്കുന്നതും വേട്ടയാടുന്നതുമല്ല പരിഹാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് യുവതലമുറയ്ക്ക് ഉപദേശവുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സ്വാതന്ത്ര്യം എന്നത് തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള അനുവാദമല്ല, മറിച്ച് അത് രാഷ്ട്ര നിർമ്മാണത്തിനുള്ള വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച പുനെയിലെ ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് 2026 ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനിയായ ലോകമാന്യ തിലക് ഉയർത്തിപ്പിടിച്ച രാഷ്ട്ര നിർമ്മാണ മാതൃകകൾ ഉൾക്കൊള്ളണമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി വ്യക്തിപരമായ താൽപര്യങ്ങൾ മാറ്റിവെക്കണമെന്നും അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് യുവജന പ്രക്ഷോഭങ്ങൾ നടന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. തിലകിന്റെ പൈതൃകം മനസ്സിലാക്കാൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ അവ നോക്കണമെന്നും അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചു. ഇന്നത്തെ തലമുറ സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും അടിച്ചമർത്തലുകളും അവർ നേരിട്ടിരുന്ന പരിമിതികളും സങ്കല്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെക്കുറിച്ച് തിലകന്റെ കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമായി തുടരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പഠിക്കാൻ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുവാനും അദ്ദേഹം യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചു. കഠിനമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ ഭാവിക്കായി കരുതലോടെ ഉപയോഗിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാവേരി നദിയിലെ ജലം തമിഴ്നാടിന് വിട്ടു നൽകാനാകില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. കാവേരി നദീജല മാനേജ്മെന്റ് അതോറിറ്റി നദീജലം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടക സർക്കാർ വീണ്ടും നയം വ്യക്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിലവിലുള്ള ജലക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. DWMAയുടെ ഉത്തരവിന്റെയും നിലവിലുള്ള പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജോസഫ് വിജയുടെ നിശ്ചയിച്ചിരുന്ന സന്ദർശനം മാറ്റിവെക്കാൻ ശിവകുമാർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കം. ഞങ്ങൾ ഇതുവരെ വെള്ളം തുറന്നു വിട്ടിട്ടില്ല. മഴ പെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ മറ്റൊരു അണക്കെട്ട് നിറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരത്തോടെ മറ്റൊരു അണക്കെട്ട് കൂടി നിറയുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നമുക്ക് വെള്ളം പിടിച്ചു നിർത്താൻ കഴിയുമ്പോൾ പിന്നെ എന്തിന് അത് തുറന്നു വിടണം? ഇതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഒരു സർവകക്ഷി യോഗം വേണമെന്ന് BJPയാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ നാളേക്ക് ഒന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ മറ്റെന്തൊക്കെയോ പറയുന്നുവെന്നും അവർ പറയട്ടെ. നാളത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം ഞങ്ങൾ വിശദമായി സംസാരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പുതിയ കണക്കുകൾ പുറത്തുവിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായി എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 13 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചുവെന്നും കണക്കുകളിൽ നിന്നും വ്യക്തം. അതേസമയം പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് ജനങ്ങളുടെ പരാതി. എന്നാൽ വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രതികരണമെത്തി. മഴക്കെടുതി രൂക്ഷമായ പത്തനംതിട്ടയിലെ ആറന്മുളയിലെ ക്യാമ്പുകളിലും പരാതി ഉയർന്നു. ക്യാമ്പിൽ വെളിച്ചമില്ല എന്നും ജനറേറ്റർ എത്തിച്ചെങ്കിലും വൈദ്യുതി ബന്ധമില്ല എന്ന് അന്തേവാസികൾ വ്യക്തമാക്കി. മരുന്നുകൾ കൃത്യസമയത്ത് എത്തിച്ചില്ല. ഉദ്യോഗസ്ഥ ഏകോപനമില്ല എന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേക സംവിധാനം വേണമെന്നും ഇടത് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മുൻ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം.
വീണ ജോർജിനെ KCU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നായിരുന്നു പരാതി. പിന്നീട് ആയുധം ഒഴിവാക്കിയിരുന്നു. പ്രതികളായ KCU പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് തുടരന്വേഷണം നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉത്തരവ് നാളെ ഇറങ്ങും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു മുൻ മന്ത്രിയുടെ ഗൺമാന്റെ പരാതി. എന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് വീണ ജോർജിന്റെ മൊഴി നൽകുകയായിരുന്നു. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. പ്രമാദമായ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മന്ത്രി മൊഴി നൽകിയിരുന്നില്ല. അന്ന് കണ്ണൂരിലെത്തിയ ആരോഗ്യമന്ത്രിക്ക് നേരെ 5 ഇടത്താണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. പെരിങ്ങോത്ത് മന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച യൂത്ത് ലീഗ് നേതാവ് ഷജീർ ഇക്ബാലിനെ CPMകാർ ക്രൂരമായി മർദ്ദിച്ചതായാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വർദ്ധിത വീര്യത്തോടെയുള്ള പ്രതിഷേധത്തിന് കാരണമായി മാറിയത്. 2 മിനിറ്റോളം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് മുന്നിൽ കണ്ടത് ഉന്തും തള്ളും ബഹളവുമായിരുന്നു. പ്രതിഷേധത്തിന് പിന്നാലെ യാത്ര റദ്ദാക്കിയ മന്ത്രി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. പ്രതിഷേധ വാർത്ത തീ പോലെ പടർന്നു പിടിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആശുപത്രിയിലെത്തി. റോഡുകൾ നീളെ പ്രതിഷേധമുയർന്നു. രാത്രി 9 മണിയോടെ മന്ത്രിയെ പരിയാരം ആശുപത്രിയിലേക്ക് വിശദമായ പരിശോധനയ്ക്കായി മാറ്റി. പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായ 5 KSUക്കാരെ ടൗൺ പോലീസ് റെയിൽവേ പോലീസിന് കൈമാറി. രാത്രി FIR ഇട്ടു. പുലർച്ചെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2 ആഴ്ച കഴിയുമ്പോഴാണ് പിന്നീട് പ്രതികൾക്ക് ജാമ്യം ലഭ്യമായത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കിടെ VD സതീശനെ ന്യായീകരിച്ച് K മുരളീധരൻ. അതിലെന്താണ് കുഴപ്പമുള്ളതെന്ന് ചോദിച്ച മന്ത്രി ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ യാത്രകൾ നടത്തിയത് മുൻ മുഖ്യമന്ത്രി K കരുണാകരനായിരുന്നുവെന്നും അദ്ദേഹം ഓർപ്പിച്ചു. കാറിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വൈകുന്ന സാഹചര്യങ്ങളിലാണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്നും ഇതിൽ എന്ത് തെറ്റാണുള്ളതെന്നും മുരളീധരൻ ചോദിച്ചു. മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ തങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല എന്നും മുരളീധരൻ അവകാശപ്പെട്ടു. സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് മുഖ്യമന്ത്രി VD സതീശൻ ഉപയോഗിക്കുന്നുവെന്ന് മുൻ മന്ത്രി MP രാജേഷാണ് ആക്ഷേപം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹെലികോപ്റ്റർ ദൂർത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട സതീശൻ നടത്തിയ ആരോപണങ്ങളാണ് വിമർശനങ്ങൾക്ക് കാരണം. ഇനി സ്പോർട്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുതിർന്ന താരങ്ങളാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. താരങ്ങളുടെ വിരമിക്കലും മറ്റും ചൂണ്ടിക്കാട്ടി വലിയ ചർച്ചകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നത്. എന്നാൽ ഇരുവരെയും ടീമിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് അസാധ്യമായ കാര്യമെന്നാണ് ഇന്ത്യൻ മുൻ താരം R അശ്വിൻ പ്രതികരിച്ചിരിക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം എത്തിയത്. മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആർക്കും മാറ്റി നിർത്താനാകില്ല. ഇരു താരങ്ങളും ക്രിക്കറ്റിന് നൽകിയ നേട്ടങ്ങൾ തന്നെയാണ് അതിന് കാരണം. ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് ഓടിയെത്തുന്നത് തന്നെ അവരെ കാണാനാണ്. ഏകദിന പോരാട്ടത്തിൽ 10,000-ത്തിലധികം റൺസ് നേടിയിട്ടുള്ള താരമാണ് രോഹിത് ശർമ്മ. R അശ്വിൻ ഇക്കാര്യം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത മങ്ങിയ ധനകാര്യ മന്ത്രി ജോൺ ഹീലിയുടെ ആദ്യ ബഡ്ജറ്റ് ഒക്ടോബർ 28-ന്. അധികാരം രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്ന ബഡ്ജറ്റായിരിക്കുമെന്നും ധനകാര്യ അച്ചടക്കം ഉറപ്പാക്കുകയും സാമ്പത്തിക ചട്ടങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുമെന്ന് നിയുക്ത ധനമന്ത്രി. കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും ഗുണകരമാകുന്ന ബഡ്ജറ്റാണ് ലക്ഷ്യമെന്നും ജോൺ ഹീലി. മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെയും മുൻ ധനമന്ത്രി റേച്ചൽ റീവ്സിന്റെയും ധനകാര്യ നയരേഖ തുടരുമെന്നും ട്രഷറി വൃത്തങ്ങൾ. UK-യിൽ ഇന്ത്യൻ സമൂഹത്തിന് നിരാശയുണ്ടാക്കി ഹീത്രൂവിൽ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നുമുള്ള ഇൻഡിഗോ സർവീസുകൾ നിർത്തലാക്കുന്നു. ഇറാൻ US വിഷയങ്ങൾ ഉൾപ്പെടെ വ്യോമയാന പ്രതിസന്ധികൾ ഇതിന് കാരണമെന്ന് ഇൻഡിഗോ. വരുന്ന ഒക്ടോബർ 25 മുതൽ സർവീസുകൾ നിർത്തിവെക്കും. ഇൻഡിഗോ കടുത്ത തീരുമാനത്തിലെത്തിയത് നഷ്ടം ഉയർന്നതോടെ മാഞ്ചസ്റ്ററിൽ നിന്നുമുള്ള മാഞ്ചസ്റ്ററിലേക്കുമുള്ള സർവീസുകൾ ആഗസ്റ്റ് 31 മുതൽ നിർത്തലാക്കും. സ്പാനിഷ് അതിർത്തി ഭേദിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിച്ച ആയിരക്കണക്കിന് ആഫ്രിക്കൻ കുടിയേറ്റക്കാർ UK-യിലേക്ക് എത്തുമെന്ന ആശങ്ക. ഒരൊറ്റ ദിവസം കൊണ്ട് 60,000-ഓളം പേർ അതിർത്തി ഭേദിച്ച് എത്തിയതോടെയാണ് സ്പാനിഷ് ബോർഡർ അധികൃതർ ഇവരെ തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയത്. ബ്രിട്ടന്റെ അതിർത്തി സംരക്ഷണം കർശനമാക്കാൻ കൺസർവേറ്റീവുകളും റിഫോം UK മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലീഷ് ചാനലിലും ജിബ്രാൾട്ടറിലും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിനും വിദേശകാര്യ സെക്രട്ടറിക്കും കത്ത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം ടെഹ്റാന്റെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ വ്യവസ്ഥകൾ എത്തിയതായി ട്രംപിന്റെ പ്രതികരണം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ശക്തിയോട് ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് അമേരിക്ക.
പലസ്തീൻ സായുധ സംഘമായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചതിനു ശേഷവും ഗാസയിൽ കനത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ മധ്യ ഗാസയിൽ ഉണ്ടാക്കിയ ആക്രമണത്തിൽ 2 പേർ മരിച്ചു. ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടതിനു ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് അധികൃതർ. കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഘട്ടം ഘട്ടമായുള്ള നിരായുധീകരണത്തിന് ധാരണയായത്. ബോർഡ് ഓഫ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുന്നോടിയാണിതെന്നും ട്രംപ്. കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന CJP പ്രതിഷേധത്തിൽ യൂട്യൂബർമാരും ഇൻഫ്ലുവൻസർമാരും നിരീക്ഷണത്തിൽ. രാജ്യവ്യാപകമായി നിരീക്ഷിച്ചു വരുന്ന 180ഓളം അക്കൗണ്ടുകൾ, ഡിജിറ്റൽ തെളിവുകളാണ് ദില്ലി പോലീസ് ശേഖരിക്കുന്നത്. പ്രകോപനപരമായ പോസ്റ്ററുകളും വീഡിയോകളും പരിശോധിക്കുന്നതാണ് വിവരം. അന്വേഷണം നടക്കുന്നത് അക്രമത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ. അപകീർത്തികരമായ പരാമർശം നടത്തിയ കുട്ടികൾക്ക് താൻ മാപ്പ് നൽകുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാവേരി നദിയിലെ ജലം തമിഴ്നാടിന് വിട്ടുനൽകാനാവില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. കാവേരി നദീജല മാനേജ്മെന്റ് അതോറിറ്റി നദീജലം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടക സർക്കാർ വീണ്ടും നയം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജോസഫ് വിജയുടെ നിശ്ചയിച്ചിരുന്ന സന്ദർശനം മാറ്റിവെക്കാൻ ശിവകുമാർ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ നീക്കം. കേരളത്തിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ പുറത്തുവിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചു, 8 പേരെ കാണാതായി, 13 പേർക്ക് പരിക്കേറ്റ് ചികിത്സയിൽ, 27 വീടുകൾ പൂർണ്ണമായും, 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് 5792 പേരെ. പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് ജനങ്ങളുടെ പരാതി. വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾ. കണ്ണൂരിൽ മുൻമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. വീണ ജോർജിനെ KCU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നായിരുന്നു പരാതി. പ്രതികളായ KCU പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് തുടരന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനം. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കും. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉത്തരവ് നാളെ ഇറങ്ങും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.